അബൂബക്കർ, ഉമർ, ഉസ്മാൻ റളിയല്ലാഹു അൻഹും അവരുടെ ചരിത്രമെല്ലാം വിവിധ ഖുതുബകളിലായി നാം വിശദീകരിച്ചു. ഇനി നമുക്ക് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രമാണ് പറയാനുള്ളത്. അദ്ദേഹത്തിൻ്റെ ചരിത്രവും അതിൽ നിന്നുള്ള സമകാലിക മാതൃകകളുമാണ് ഇന്നത്തെ ഖുതുബയിൽ വിശദീകരിക്കുന്നത്. അള്ളാഹു പറയാനും കേൾക്കാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, മേൽപ്പറഞ്ഞ ഖലീഫമാരാണ് അഥവാ അബൂബക്കർ, ഉമർ, ഉസ്മാൻ റളിയല്ലാഹു അൻഹും. ഇവരാണ് അഫ്ളലിയ്യത്ത് കൊണ്ട്, ശ്രേഷ്ഠത കൊണ്ട് അലി റളിയല്ലാഹുവിനേക്കാൾ മുൻപന്തിയിൽ നിൽക്കുന്നവരെങ്കിലും, കാരണം അവരെയാണല്ലോ ഇസ്ലാമിക ഉമ്മത്ത് ആദ്യമായി അവരുടെ ഖലീഫമാരായി തെരഞ്ഞെടുക്കുന്നത്. എങ്കിൽ പോലും അലി റളിയല്ലാഹു അൻഹുവിന് വലിയ മഹത്വമാണ്. നാലാമത്തെ ഖലീഫ എന്ന രീതിയിലാണ് അലി റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം. അത് മാത്രമല്ല അലി റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം എന്ന് പറയുന്നത്, പ്രവാചകന്റെ വീട്ടുകാർ, പ്രവാചകന്റെ അഹ്ലുൽ ബൈത്ത്, അവരിൽ നിന്നുള്ള ഖലീഫ എന്നത് കൂടി നമുക്കറിയാവുന്നത് പോലെ അലി റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വമാണ്. പ്രവാചകന്റെ വീട്ടുകാരുടെ അഹ്ലുൽ ബൈത്തിന്റെ മഹത്വം പറയുന്ന വചനമാണ് ഈ ആഴ്ച ഇന്നത്തെ ഖുതുബയിൽ നാം പ്രാരംഭത്തിൽ ഓതിവെച്ചത്. അഹ്ലുൽ ബൈത്തിന്റെ മഹത്വം ആ വചനത്തിന്റെ അവസാന ഭാഗത്താണുള്ളത്. വിശുദ്ധ ഖുർആനിലെ സൂറ അൽ അഹ്സാബിലെ 33-ാം വചനത്തിന്റെ അവസാന ഭാഗത്തിൽ അല്ലാഹു പറയാൻ, എന്താണ് അല്ലാഹു പറയുന്നത്? ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകും റിജ്സ അഹ്ലൽ ബൈത്തി വയുത്വഹിറകും തത്വഹീറാ. ഇന്നമാ യുരീദുല്ലാഹു, നിശ്ചയം അല്ലാഹു തആല ഉദ്ദേശിക്കുന്നത്, ലിയുദ്ഹിബ അൻകും റിജ്സ, നിങ്ങളിൽ നിന്ന് മാലിന്യം നീക്കാനാണ് അല്ലാഹു ഉദ്ദേശിക്കുന്നത്. അഹ്ലൽ ബൈത്തി, പ്രവാചകന്റെ വീട്ടുകാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയാൻ, പ്രവാചകന്റെ വീട്ടുകാരിൽ നിന്ന്, പ്രവാചകന്റെ വീട്ടുകാരായ നിങ്ങളിൽ നിന്ന് മാലിന്യം നീക്കാൻ അല്ലാഹു പ്രത്യേകം ഉദ്ദേശിക്കുന്നു. വയുത്വഹിറകും തത്വഹീറാ, നിങ്ങളെ ഒരു ശുദ്ധീകരിക്കാനും അല്ലാഹു തആല ഉദ്ദേശിക്കുന്നു. പ്രവാചകന്റെ വീട്ടുകാരുടെ അഹ്ലുൽ ബൈത്തിന്റെ മഹത്വം അത് ഖുർആൻ കൊണ്ട് തന്നെ സ്ഥാപിതമായ കാര്യമാണ്. ഈ വചനത്തിന്റെ അവതരണ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മഹാന്മാരായ വ്യാഖ്യാതാക്കൾ ചില വിശദീകരണങ്ങൾ നൽകുന്നുണ്ട്. അതായത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചക പത്നിയായിരുന്ന ഉമ്മു സലമ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ, റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വിശ്രമിക്കുകയായിരുന്നു. ഈ ഘട്ടത്തിൽ അങ്ങോട്ട് പ്രവാചക പുത്രി ഫാത്തിമ റളിയല്ലാഹു അൻഹ കടന്നു വന്നു. തുടർന്ന് പ്രവാചകന്റെ പൗത്രന്മാരായ ഹസൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ കടന്നു വരികയാണ്. ആദ്യം ഫാത്തിമ ബിവി റളിയല്ലാഹു അൻഹ കടന്നു വരുന്നു, പിന്നീട് ഹസൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ കടന്നു വരുന്നു. പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യ പുത്രൻ, അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരുമകൻ എന്നീ പദവികളെല്ലാം ഉള്ള അലി റളിയല്ലാഹു അൻഹു കടന്നു വരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ പുതക്കാറുള്ള പുതപ്പിൽ അവരെ എല്ലാവരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട്, ഈ 4 പേരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് ആദരിക്കുകയാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഹൗലായി അഹ്ലു ബൈത്തി ഫഅദ്ഹിബ് അൻഹുമുർ റിജ്സ വത്വഹിർഹും തത്വഹീറാ. ഹൗലായി അഹ്ലു ബൈത്തി, ഇവരെന്റെ വീട്ടുകാരാണ്, ഇവരെന്റെ അഹ്ലുൽ ബൈത്താണ്. അതുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ് അല്ലാഹുവിനോട്, ഫഅദ്ഹിബ് അൻഹുമുർ റിജ്സ വത്വഹിർഹും തത്വഹീറാ. അല്ലാഹുവേ, ഇവരിൽ നിന്ന് നീ മാലിന്യം നീക്കിക്കളയണമേ, അവരെ നീ ഒരു ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഖുർആൻ വ്യാഖ്യാതാക്കളിൽ ചിലർ അഭിപ്രായപ്പെടുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
ഈ പ്രാർത്ഥന നടത്തിയ ഘട്ടത്തിലായിരുന്നു വിശുദ്ധ ഖുർആനിലെ മേൽപ്പറഞ്ഞ വചനങ്ങൾ അവതീർണമായത്. നാം ഓതിവെച്ച വചനങ്ങൾ, ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമുർ റിജ്സ അഹ്ലൽ ബൈത്തി വയുത്വഹിറകും തത്വഹീറാ. നിശ്ചയം അല്ലാഹു തആല നിങ്ങളിൽ നിന്ന് മാലിന്യം നീക്കിക്കളയാനാണ് ഉദ്ദേശിക്കുന്നത്. അഹ്ലുൽ ബൈത്തിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയാണ്, അല്ലാഹു നിങ്ങളിൽ നിന്ന് മാലിന്യം നീക്കിക്കളയാനാണ് ഉദ്ദേശിക്കുന്നത്. വയുത്വഹിറകും തത്വഹീറാ, നിങ്ങളെ ഒരു ശുദ്ധീകരിക്കാനുമാണ് അല്ലാഹു ഉദ്ദേശിക്കുന്നത്. അപ്പൊ അഹ്ലുൽ ബൈത്തിന്റെ മഹത്വവുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയ ഖുർആനിലെ വചനങ്ങളാണ് ഈ വചനങ്ങളെന്ന് അതിന്റെ അവതരണ പശ്ചാത്തലമെടുത്ത് പരിശോധിക്കുമ്പോഴും അതുപോലെ തന്നെ അതിന്റെ വാചക ഘടനയെടുത്ത് പരിശോധിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഈ ഘട്ടത്തിൽ ഇവരെ നാലുപേരെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദരിക്കുന്ന സന്ദർഭത്തിൽ പ്രവാചക പത്നി ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ അത് കാണുകയാണ്. ആ രംഗം കണ്ടുകൊണ്ട് കൺകുളിർമയാൽ ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചുവെന്നാണ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഞാനും ഇക്കൂട്ടത്തിൽ ഉൾപ്പെടുമോ? എനിക്കും ഇക്കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള ആഗ്രഹമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമ്മു സലമ, പ്രവാചക പത്നി എന്ന അർത്ഥത്തിൽ നീ ഇതിനേക്കാളൊക്കെ വലിയ നന്മയിലാണ് നിലനിൽക്കുന്നത്. നീ ഇതിനേക്കാളൊക്കെ വലിയ നന്മയിലാണ് പ്രവാചക പത്നി എന്ന അർത്ഥത്തിൽ നീ നിലനിൽക്കുന്നത് എന്ന് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാണ്. സഹോദരങ്ങളെ, അലി റളിയല്ലാഹു അൻഹുവിന്റെയും കുടുംബത്തിന്റെയും മഹത്വം വിശദീകരിക്കാൻ വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത്. എന്നാൽ അലി റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം എന്ന് പറയുന്നത് കേവലം ജന്മസിദ്ധമായ മഹത്വമല്ല. അതല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളെ വിവാഹം ചെയ്തു, പ്രവാചകന്റെ മരുമകനായി, പ്രവാചകന്റെ പിതൃവ്യ പുത്രനായി എന്നതുകൊണ്ട് മാത്രം നേടിയെടുക്കുന്ന മഹത്വവുമല്ല അലി റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം എന്ന് പറയുന്നത്. ദീനിനു വേണ്ടി അദ്ദേഹം നിർവഹിച്ച ത്യാഗങ്ങളുടെ മഹത്വം കൂടിയാണ് അലി റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം എന്ന് പറയുന്നത്. നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുന്ന സന്ദർഭം ഖുറൈശി പ്രമാണിമാർ പ്രവാചകന്റെ വീടിന് ചുറ്റും വളഞ്ഞു. പ്രവാചകൻ രാത്രിയിൽ വീട് വിട്ടിറങ്ങുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പുതപ്പിൽ കിടത്തിയത് അലി റളിയല്ലാഹു അൻഹുവിനെയാണ്. അലി റളിയല്ലാഹു അൻഹുവിനോട് തന്റെ കിടക്കയിലും തന്റെ പുതപ്പ് ഉപയോഗിച്ചുകൊണ്ടും കിടക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിക്കുന്നത്. നേരം പുലരുന്നത് വരെ അവർ കാത്തിരിക്കുകയാണ്. മുഹമ്മദ് ഈ പുതപ്പിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നതാണ് അവർ കാത്തിരിക്കുന്നത്. പക്ഷേ അവരെ നിരാശപ്പെടുത്തുന്ന രീതിയിൽ അലി റളിയല്ലാഹു അൻഹു ആയിരുന്നു ആ പുതപ്പിൽ നിന്ന് വന്നത് എന്ന് ചരിത്രത്തിൽ നമ്മൾ വായിച്ചതാണ്. സഹോദരങ്ങളെ, എന്തുമാത്രം ത്യാഗനിർഭരമായിട്ടുള്ള ഒരു ഉറക്കമായിരുന്നു. അതല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശത്തെ എത്രമാത്രം സമർപ്പണ മനസ്സോടുകൂടിയായിരുന്നു മഹാനായ അലി റളിയല്ലാഹു അൻഹു സ്വീകരിച്ചത്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അലി റളിയല്ലാഹു അൻഹുവിനെ വകവരുത്താനുള്ള എല്ലാ സാധ്യതകളും അവിടെയുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, പ്രവാചകനെ കിട്ടാത്തതിലുള്ള അരിശം മുത്തുകൊണ്ടും അവൻ അലി റളിയല്ലാഹു അൻഹുവിനോട് പകരം വീട്ടിയിരിക്കാം. അത്തരം സാഹചര്യങ്ങളെല്ലാം ഉണ്ടായിട്ടും അതിനെല്ലാം അപ്പുറത്തായിരുന്നു അലി റളിയല്ലാഹു അൻഹുവിന്റെ പ്രവാചക സ്നേഹം എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി പ്രവാചകന്റെ പുതപ്പിൽ കിടക്കുകയാണ്. അതാണ് ഹുബ്ബുർ റസൂലിന്റെ, ഹുബ്ബുള്ളയുടെ പ്രതീകമായ അലി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈവശമുണ്ടായിരുന്ന അമാനത്തുകൾ, പ്രവാചകനെ ഖുറൈശികൾ വിശ്വസിച്ചേൽപ്പിച്ചിരുന്ന കാര്യങ്ങൾ നമുക്കറിയാം. അവരെ പ്രവാചകനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞിരുന്നുവെങ്കിലും അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഈ പ്രവാചകൻ അൽ അമീനായിരുന്നു, വിശ്വസ്തനായിരുന്നു. അതുകൊണ്ട് ഞാൻ നബിയാണെന്ന് പറഞ്ഞപ്പോഴും
അവര് പ്രവാചകന്റെ അടുക്കൽ അവര് സൂക്ഷിക്കാൻ ഏൽപ്പിച്ച കാര്യങ്ങളൊന്നും തിരിച്ചു വാങ്ങിയില്ല. കാരണം അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഈ പ്രവാചകൻ വിശ്വസ്തനായിരുന്നു. അതുകൊണ്ട് ഖുറൈശികളുടെ ധാരാളം സാധന സാമഗ്രികൾ സൂക്ഷിപ്പ് സ്വത്തായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കയ്യിലുണ്ടായിരുന്നു. മുഹമ്മദ് അതുമായി മക്ക വിട്ടുപോയി എന്ന് ഖുറൈശികൾ പറയാൻ പാടില്ല. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൈവശമുണ്ടായിരുന്ന അമാനത്തുകൾ അതിൻ്റെതായ അവകാശികൾക്ക് തന്നെ തിരിച്ചു കൊടുക്കാൻ ചുമതലപ്പെടുത്തിയതും അലി റളിയല്ലാഹു അൻഹുവിനെയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് അലി റളിയല്ലാഹു അൻഹുവിന്റെ പ്രയാണം, ഹിജ്റ. എല്ലാ കാര്യങ്ങളും എല്ലാ അമാനത്തുകളും പ്രവാചകൻ പറഞ്ഞതുപോലെ അതിന്റെ അവകാശികൾക്ക് തിരിച്ചേൽപ്പിച്ചുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു മടങ്ങുമ്പോൾ, അലി റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് പോകുമ്പോൾ, സഹോദരങ്ങളെ, അലി റളിയല്ലാഹു അൻഹുവിന് സ്വന്തമായിട്ടൊരു വാഹനം ഉണ്ടായിരുന്നില്ല. അലി റളിയല്ലാഹു അൻഹുവിനെ കൂട്ടുകൂടാൻ ആരും ഉണ്ടായിരുന്നില്ല. ഒറ്റക്കായിരുന്നു യാത്ര. ഒറ്റയ്ക്ക് ഏകാന്തനായി ഒരു വാഹനവുമില്ലാതെയായിരുന്നു യാത്ര. രാത്രി നേരത്തെ എവിടെയെങ്കിലും വിശ്രമിക്കും. വളരെ ത്യാഗപൂർവമായ യാത്ര. അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലിലാകെ നീര് കെട്ടിയിരുന്നു. യാത്രാക്ലേശത്താൽ അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലുകൾ നീർക്കെട്ടുകൾ വന്ന് വീർത്തിരുന്നു. ഈ രംഗമാണ് മദീനയിൽ അലി റളിയല്ലാഹു അൻഹു എത്തുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുബായിൽ താമസിക്കുമ്പോൾ അലി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വരുമ്പോൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലിലേക്ക് നോക്കുമ്പോൾ കാലിലാകെ നീര് കെട്ടിയിരിക്കുകയാണ്. യാത്രാക്ലേശത്താൽ ഈ രംഗം കണ്ടുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരയുന്നുണ്ട്. അലിയുടെ ത്യാഗം കണ്ട്, ഹിജ്റയിൽ അലി റളിയല്ലാഹു അൻഹു നിർവഹിച്ച മഹത്തായ സമർപ്പണം കണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരയുകയും അലി റളിയല്ലാഹു അൻഹുവിന്റെ രോഗശമനത്തിന് വേണ്ടി പ്രത്യേകമായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അല്ലാഹുവിനോടുള്ള, റസൂലിനോടുള്ള ഹബ്ബും ആ അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ത്യാഗ പരിശ്രമങ്ങളും, സഹോദരങ്ങളെ, അതായിരുന്നു അലി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം എന്ന് പറയുന്നത്. ഇമാം ബുഖാരിയും മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഖൈബർ യുദ്ധത്തിന്റെ തലേ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലഉഅതിയന്ന റായത ഗദൻ റജുലൻ യഫ്തഹില്ലാഹു അലാ യദൈഹി യുഹിബ്ബുല്ലാഹ വറസൂലുഹു വയുഹിബ്ബുഹുല്ലാഹു വറസൂലുഹു എന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. സ്വഹാബിമാരെയെല്ലാം അണിനിരത്തിക്കൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ ഖൈബറിന്റെ ദിനത്തിൽ നാം പതാക നൽകും. ആർക്കാ പതാക നൽകുക? ഒരു മനുഷ്യന്. അയാളിലൂടെ ഖൈബറിൽ വിജയമുണ്ടാകും. അല്ലാഹു വിജയം നൽകും. അദ്ദേഹത്തിലൂടെ ഖൈബറിൽ അല്ലാഹു വിജയം നൽകും. അങ്ങനെ ഒരാൾക്ക് ഞാൻ നാളെ പതാക നൽകും. അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്താണ്? യുഹിബ്ബുല്ലാഹ വറസൂലഹു, അദ്ദേഹം അല്ലാഹുവിനെയും റസൂലിനെയും അങ്ങേയറ്റം സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. വയുഹിബ്ബുഹുല്ലാഹു വറസൂലുഹു, അല്ലാഹുവും റസൂലും അയാളെയും അങ്ങേയറ്റം സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. അല്ലാഹുവും റസൂലും സ്നേഹിക്കുന്ന, അല്ലാഹുവിനെയും റസൂലിനെയും അങ്ങേയറ്റം സ്നേഹിക്കുന്ന ഒരാൾക്ക് നാളെ ഖൈബറിന്റെ പതാക നാം നൽകും. ഖൈബറിന് നേതൃത്വം കൊടുക്കുക അദ്ദേഹമായിരിക്കും. സ്വഹാബിമാരെല്ലാം ആഗ്രഹിച്ചു അവരാകണം ആ ആൾ. അല്ലാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്ന, അല്ലാഹും റസൂലും സ്നേഹിച്ചിരിക്കുന്നു, അല്ലാഹുവിന്റെയും റസൂലിന്റെയും സ്നേഹം ലഭിച്ചിരിക്കുന്നു എന്ന് പ്രവാചകൻ പറഞ്ഞ ആ വ്യക്തി ഞാനാവണം എന്ന് ഓരോ സ്വഹാബിമാരും ആഗ്രഹിച്ചു എന്നാണ് ചരിത്രം. അതിനുവേണ്ടി പ്രാർത്ഥനാ മനസ്സോടുകൂടി ആ രാത്രി കഴിഞ്ഞുകൂടി ഖൈബറിന്റെ തലേ ദിവസം. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ടടുത്ത ദിവസമായപ്പോ അവരെല്ലാവരും പ്രവാചകന്റെ അടുക്കലേക്ക് ഞാനാവണേ എന്ന പ്രാർത്ഥനയോടുകൂടി കടന്നു ചെന്നെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഐന അലി ഇബ്നു അബീ ത്വാലിബ്, എവിടെയാണ് അലി? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എവിടെയാണെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു, പ്രവാചകരെ, അലി റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിന് രോഗം ബാധിച്ച് കിടക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു ചെങ്കണ്ണ് ബാധിച്ച് കിടക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അലിയെ വിളിക്കൻ.
നിങ്ങൾ അലിയെ വിളിക്കൻ. അവർ അലി റളിയല്ലാഹുവിനെ വിളിച്ചു കൊണ്ടുവന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹുവിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചതിന്റെ ഫലമായി അലി റളിയല്ലാഹുവിന്റെ കണ്ണിന്റെ അസുഖം സുഖപ്പെട്ടു എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹുവിനോട് പറഞ്ഞു, അലി, ആ പതാകകൾ നൽകിക്കൊണ്ട് ഖൈബറിലേക്കുള്ള പതാകകൾ സമ്മാനിച്ചുകൊണ്ട് അലി റളിയല്ലാഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അലി, ആദ്യം നീ അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കണം. ഖൈബറിൽ നമുക്ക് നേരിടാനുള്ള ആളുകളുണ്ടല്ലോ, നമുക്ക് പ്രതിരോധിക്കാനുള്ള ആളുകൾ, അവരെ നീ ആദ്യം ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും അവരുടെ മേലുള്ള അല്ലാഹുവിന്റെ അവകാശത്തെ നല്ലതുപോലെ നീ അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യണം. തുടർന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫവല്ലാഹി ലി അയ്യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൽ ലക മിൻ ഹുംറിൻ നഅം. അലി, നിന്നിലൂടെ ഒരാൾക്ക് സന്മാർഗം ലഭിച്ചാൽ മേത്തരം ഒട്ടകങ്ങൾ നിനക്ക് ലഭിക്കുന്നതിനേക്കാൾ വലിയ പ്രതിഫലമാണ്, വലിയ പുണ്യമാണ് നീ ആർജിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നീ അവരെ നല്ലതുപോലെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഖൈബറിന്റെ പതാകയുമായി അലി റളിയല്ലാഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കുന്നത്. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, ഹാദാ ഫീഹി ദലാലത്തുൻ അലാ ഫദ്ലി ദഅവ. ദഅവത്തിന്റെ പ്രബോധനത്തിന്റെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്നതാണ് ഈ ഹദീസിലെ ഓരോ പ്രയോഗങ്ങളുമെന്ന്. അലി റളിയല്ലാഹുവിനെ നിർവഹിച്ച ദഅവത്തിന്റെയും അക്രമികളോട് നടത്തിയ ജിഹാദിന്റെയും ഫലമായി, അലി റളിയല്ലാഹുവിനെ നിർവഹിച്ച പ്രതിരോധത്തിന്റെയും ഫലമായി ഖൈബറിലും മുസ്ലിങ്ങൾക്ക് വലിയ വിജയം നേടാൻ സാധ്യമായി എന്നുള്ളതാണ്. ഖൈബറിൽ ജൂതന്മാരെ കെട്ടിപ്പൊക്കിയ വലിയ വലിയ കോട്ടകൾ സ്വന്തം കരങ്ങൾ കൊണ്ട് സ്വന്തമായിട്ട് തന്നെ തകർക്കുവാൻ അലി റളിയല്ലാഹുവിന് സാധ്യമായി. അപ്രകാരം അസാമാന്യ ധീരതയുടെയും കരുത്തിന്റെയും പ്രതീകമായിരുന്നു അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിനെന്ന് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്ക് യുദ്ധത്തിന് പുറപ്പെടുന്ന മറ്റൊരു രംഗം. അന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ചുമതല ഏൽപ്പിക്കുന്നത്, താൽക്കാലിക ഭരണ നിർവഹണ നേതൃ ചുമതല ഏൽപ്പിക്കുന്നത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിനെ ആയിരുന്നു എന്നതാണ് പ്രബലമായിട്ടുള്ള ചരിത്രാഭിപ്രായം. അതുപോലെ തന്നെ ഹദീസുകളിലും അതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ വന്നിട്ടുണ്ട്. അലി റളിയല്ലാഹുവിനാണെങ്കിൽ പോരാട്ടത്തിൽ പങ്കെടുക്കുക, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജിഹാദിലും പ്രതിരോധത്തിലും പങ്കെടുക്കുക, അതായിരുന്നു എല്ലാ ഘട്ടങ്ങളിലും അലി റളിയല്ലാഹുവിന്റെ ആഗ്രഹം എന്ന് പറയുന്നത്. അങ്ങനെ ധാരാളം പോരാട്ടങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അലി റളിയല്ലാഹുവിന് പങ്കെടുത്തിട്ടുണ്ട് താനും. പക്ഷേ തബൂക്കിന്റെ ദിനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹുവിനെ അതുപോലെ തന്നെ സുപ്രധാനമായ മറ്റൊരു ചുമതലയാണ് ഏൽപ്പിക്കുന്നത്. പക്ഷെ അലി റളിയല്ലാഹുവിന് അത് വലിയ ആവേശമില്ല, ഒരു നിരാശാബോധമാണ് അലി റളിയല്ലാഹുവിനെ ഈ ഘട്ടത്തിൽ അനുഭവപ്പെട്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, പ്രവാചകരെ, സ്ത്രീകളും കുഞ്ഞുങ്ങളും ചില ദുർബല വിശ്വാസികളും മാത്രമുള്ള മദീനയിലാണോ ഇപ്പോൾ മദീനയിൽ അവശേഷിക്കുന്നത്? സ്ത്രീകളും കുഞ്ഞുങ്ങളും അതോടൊപ്പം തന്നെ ചില ദുർബല വിശ്വാസികൾ, അവരെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞത് ഖുർആൻ പ്രത്യേകമായിട്ട് വിമർശിച്ച് പറഞ്ഞ ഭാഗങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. ദുർബല വിശ്വാസികൾ, കപടന്മാരെ പിന്തിരിഞ്ഞ് അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഖുർആൻ നടത്തുന്ന ആക്ഷേപങ്ങളും അവസാനം അവരിൽ ചിലരുടെ പശ്ചാത്താപം സ്വീകരിച്ചുകൊണ്ട് ഖുർആൻ നടത്തുന്ന വിവരണങ്ങളുമെല്ലാം അത്തരമൊരു സാഹചര്യത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹുവിനെ മദീനയിലെ താൽക്കാലികമായിട്ടുള്ള അമീറായി, ആക്ടിംഗ് അമീറായിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയമിക്കുന്നത്. പക്ഷേ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആജ്ഞയാണ് അനുസരിക്കാതിരിക്കാൻ കഴിയില്ല. സ്ത്രീകളുടെയും കുട്ടികളുടെയും കാര്യത്തിലാണോ പ്രവാചകരെ നിങ്ങൾ എന്നെ പ്രതിനിധിയാക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അലി റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന മറുപടി ഇതാണ്. മൂസാ പ്രവാചകൻ അലൈഹിസ്സലാമയുടെ അടുക്കൽ ഹാറൂൻ നബിക്കുണ്ടായിരുന്ന ഒരു സ്ഥാനമുണ്ട്. ആ സ്ഥാനം എന്റെ അടുക്കൽ നിനക്കുണ്ടാവണം എന്ന് നീ ആഗ്രഹിക്കുന്നില്ലേ? നീ തൃപ്തിപ്പെടുന്നില്ലേ? അതിന് നിനക്ക് വിരോധമുണ്ടോ? പക്ഷേ ഇല്ല അന്നഹുലാ നബിയ്യ ബഅദി എന്ന് പറഞ്ഞാൽ നീ പ്രവാചകനാണെന്നല്ല, നീ പ്രവാചകനാകുമെന്നുമല്ല. കാരണം എനിക്ക് ശേഷം വേറെ പ്രവാചകൻ വരാനില്ല.
മൂസാ പ്രവാചകന്റെ അടുക്കൽ അലൈഹിസ്സലാം ഹാറൂൻ നബി അലൈഹിസ്സലാമയ്ക്കുള്ള സ്ഥാനമായിരുന്നു അലി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഉണ്ടായിരുന്നത്. ഇത് കേട്ടപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റളീതു, പ്രവാചകരെ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു, എനിക്കത് മതി. സഹോദരങ്ങളെ, അതാണ് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം എന്ന് പറയുന്നത്. പ്രവാചകന്റെ സന്തത സഹചാരിയായി പ്രവാചകനെ എല്ലാ അർത്ഥത്തിലും സഹായിച്ചുകൊണ്ട് പ്രവാചക കാലഘട്ടത്തിൽ അലി റളിയല്ലാഹു അൻഹു മുന്നോട്ട് നീങ്ങിയെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഖലീഫമാരായിരുന്ന അബൂബക്കർ, ഉമർ, ഉസ്മാൻ റളിയല്ലാഹു അൻഹും എന്നിവരുടെയും ഉപദേഷ്ടാവും സഹായിയുമായി അലി റളിയല്ലാഹു അൻഹു പ്രവർത്തിച്ചു എന്നും ചരിത്രത്തിൽ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പ്രതിസന്ധി വേളകളിൽ 3 ഖലീഫമാർക്കും അലി റളിയല്ലാഹു അൻഹു വല്ലാത്ത ആശ്രയവും തുണയുമായിരുന്നു. മറ്റ് ഖലീഫമാരുടെ മാതൃകകളോടൊപ്പം അലി റളിയല്ലാഹു അൻഹുവിന്റെ സമർപ്പണവും അല്ലാഹുവിനോടും റസൂലിനോടുമുള്ള ഹുബ്ബുമെല്ലാം ഈ ഉമ്മത്തിന് എല്ലാ അർത്ഥത്തിലും വലിയ പ്രചോദനമായി മാറണം. അതിന് ആ ചരിത്രമൊക്കെ നല്ലതുപോലെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കണം, അത് ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണം. അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഈ സമുദായം പഠിക്കേണ്ട ഒരുപാട് മാതൃകകളുണ്ട്. അതിലൊന്ന് സമ്പത്ത് കൈകാര്യം ചെയ്യുന്നിടത്തുള്ള അലി റളിയല്ലാഹു അൻഹുവിന്റെ സൂക്ഷ്മതയാണ്. ആ മേഖലയിലും അലി റളിയല്ലാഹു അൻഹു അതീവ സൂക്ഷ്മത, അതീവ തഖ്വ കൈകൊണ്ടു എന്നുള്ളതാണ്. ഇസ്ഫഹാനിൽ നിന്ന് അലി റളിയല്ലാഹു അൻഹുവിന്റെ ഉദ്യോഗസ്ഥനായി പ്രവർത്തിച്ചിരുന്ന അംർ ഇബ്നു സലമ എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം പൊതുഖജനാവിലേക്ക് തേൻകുപ്പികളും നെയ്യുമടക്കമുള്ള സ്വത്തുക്കൾ കൊണ്ടുവന്നിരിക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു ആ തേൻകുപ്പികളും അതുപോലെ തന്നെ നെയ്യുമെല്ലാം അളന്നു നോക്കി. അപ്പോഴാണ് തേനിൽ അല്പം കുറവ് അനുഭവപ്പെട്ടത്. അലി റളിയല്ലാഹു അൻഹുവിന് തേനിൽ അല്പം കുറവ് അനുഭവപ്പെട്ടു. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് അലി റളിയല്ലാഹു അൻഹു അന്വേഷിക്കുമ്പോഴാണ് അലി റളിയല്ലാഹു അൻഹുവിന്റെ പുത്രി ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ, അവർക്ക് തേനിനോട് വല്ലാത്ത താല്പര്യം തോന്നുകയും അങ്ങനെ ഉദ്യോഗസ്ഥനായ അംർ ഇബ്നു സലമയോട് അല്പം തേന് കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്ന അഭിപ്രായം പ്രകടിപ്പിക്കുകയും അദ്ദേഹം തേനിൽ നിന്ന് അല്പം മാത്രം ഉമ്മു കുൽസൂമിന് നൽകുകയും ചെയ്തുവെന്നാണ് ചരിത്രം. പക്ഷെ എന്താണ് നമ്മൾ വായിക്കുന്നത്? പിന്നീട് അലി റളിയല്ലാഹു അൻഹു ഇതിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, അംർ ഇബ്നു സലമയോട് പറഞ്ഞു, ഉമ്മു കുൽസൂമാണ് അത് എടുത്തിട്ടുള്ളതെങ്കിൽ പോലും പൊതുഖജനാവിലേക്കുള്ളതാണ്, അത് കൃത്യമായിട്ട് തിരിച്ചു ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഉമ്മു കുൽസൂമിന്റെ അടുക്കൽ പോയി വാങ്ങുക. ഉമ്മു കുൽസൂം അത് തിരിച്ചു നൽകി എന്നുള്ളതാണ്. തിരിച്ചു നൽകിയപ്പോ അവിടെ തേൻ അല്പം അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഉപയോഗിച്ചത് അതിന്റെ സംഖ്യ 3 ദിർഹം അവരിൽ നിന്ന് ഈടാക്കി എന്നുള്ളതാണ്. പൊതുഖജനാവ് കൈകാര്യം ചെയ്യുന്നിടത്ത് മഹാന്മാരായ ഖുലഫാഉ റാഷിദുകൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം അബൂബക്കർ, ഉമർ, ഉസ്മാൻ റളിയല്ലാഹു അൻഹും ഇവരെ കൈകൊണ്ട അതേ സൂക്ഷ്മത, അതേ സാമ്പത്തിക സുതാര്യത, അതേ അളവിൽ തന്നെ ഗൗരവത്തോടെ കൈകൊള്ളുവാൻ അലി റളിയല്ലാഹു അൻഹുവിനും സാധ്യമായി എന്ന് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരുമകൻ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യ പുത്രൻ, ഇസ്ലാമിക ഉമ്മത്തിന് ധാരാളം സേവനങ്ങൾ അർപ്പിച്ച സ്വഹാബി, ഇതെല്ലാമാണ് ഖലീഫയായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ സവിശേഷതകൾ എന്ന് പറയുന്നത്. പക്ഷേ അലി റളിയല്ലാഹു അൻഹു അപ്പോഴും വിനയത്തിന്റെ ഏറ്റവും വലിയ അടയാളപ്പെടുത്തലായിട്ട് ജീവിക്കുവാൻ അദ്ദേഹത്തിന് സാധ്യമായി എന്നുള്ളതാണ്. അതാണ് അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഈ ഉമ്മത്ത് എന്ന് മാത്രമല്ല ലോകം പഠിക്കേണ്ടുന്ന വലിയ കാര്യം. അലി റളിയല്ലാഹു അൻഹു വിനയത്തിന്റെ, തവാളുഇന്റെ ഏറ്റവും വലിയ അടയാളപ്പെടുത്തലായി ജീവിച്ചു എന്നുള്ളതാണ്. മുൻഗാമികളായ സ്വഹാബിമാരെ, പ്രത്യേകിച്ചും ഖുലഫാഉ റാഷിദുകളെ ഏറെ ആദരവോടുകൂടി മാത്രമേ അലി റളിയല്ലാഹു അൻഹു കണ്ടിട്ടുള്ളൂ. അബൂബക്കർ, ഉമർ, ഉസ്മാൻ റളിയല്ലാഹു അൻഹും അവരൊക്കെ വലിയ ആദരവോടുകൂടി കണ്ടു. ഹസൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ ഇവരെ പോലെ തന്നെ അലി റളിയല്ലാഹു അൻഹുവിന് പിൽക്കാലത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹയിൽ അല്ലാതെ ചില മക്കളുണ്ടായിരുന്നു. അതിൽപ്പെട്ട ഒരു പുത്രനാണ് മുഹമ്മദ് ഇബ്നുൽ ഹനഫിയ്യ എന്ന് പറയുന്ന ഒരു അലി റളിയല്ലാഹു അൻഹുവിന്റെ പുത്രൻ. മുഹമ്മദ് ഇബ്നുൽ ഹനഫിയ്യ ഒരിക്കൽ അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, അയ്യുന്നാസി ഖൈറുൻ ബഅദ റസൂലില്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഏറ്റവും ഉത്തമനായ ആൾ ആരാണ്? മുഹമ്മദ് ഇബ്നുൽ ഹനഫിയ്യ റളിയല്ലാഹു അൻഹുവിനോട് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂബക്കറിൻ സിദ്ദീഖാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ജനങ്ങളിൽ ഏറ്റവും ഉത്തമനായ ആൾ. പിന്നീട് ആരാണ്? ഉമറുൽ ഫാറൂഖാണ്.
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ശേഷം ജനങ്ങളിൽ ഏറ്റവും ഉത്തമനായ ആൾ. പിന്നീട് മുഹമ്മദ് ബിൻ ഹനഫിയ്യ റളിയല്ലാഹു അൻഹു പറയാണ്, എനിക്ക് ചോദിക്കാൻ ഒരു ആശങ്കയുണ്ടായിരുന്നു. ചോദിക്കുമ്പോൾ എന്ത് മറുപടിയാണ് എന്റെ പിതാവ് നൽകുക എന്നുള്ളൊരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ചോദിച്ചു. അബൂബക്കറും ഉമറും കഴിഞ്ഞാൽ പിന്നീട് ഇസ്ലാമിക ലോകത്ത് ഏറ്റവും ഉത്തമനായ വ്യക്തി ആരാണ്? പക്ഷേ അർത്ഥശങ്കയ്ക്കിടവില്ലാത്ത വിധം എന്റെ പിതാവ് പറഞ്ഞു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ്. അപ്പോൾ പ്രിയ പിതാവേ അങ്ങോ സുമ്മ അൻത യാ അബതി, പ്രിയ പിതാവേ അങ്ങയുടെ സ്ഥാനം എന്താണ്? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ അന ഇല്ലാ റജുലുൻ മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽപ്പെട്ട ഒരാൾ മാത്രമാണ്. ഞാൻ മുസ്ലിങ്ങളിൽപ്പെട്ട ഒരാൾ മാത്രമാണ്. അലി റളിയല്ലാഹു അൻഹു മുസ്ലിങ്ങളിൽപ്പെട്ട കേവലം ഒരാളല്ല. അലി റളിയല്ലാഹു അൻഹുവിന് മേൽപ്പറഞ്ഞ മഹത്വങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ അലി റളിയല്ലാഹു അൻഹു വിനയത്തിന്റെ ഏറ്റവും വലിയ അടയാളപ്പെടുത്തലായിരുന്നു. അലി റളിയല്ലാഹു അൻഹു തവാളുഇന്റെ വലിയ പ്രതീകമായിട്ടാണ് ജീവിച്ചത്. അതുകൊണ്ടാണ് അലി റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞത്, മാ അന ഇല്ലാ റജുലുൻ മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽപ്പെട്ട ഒരാൾ മാത്രമാണ്. സഹോദരങ്ങളെ, ഷിയാ വിഭാഗക്കാർ പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. ചരിത്രത്തിൽ അലി റളിയല്ലാഹു അൻഹു ആയിരുന്നു പ്രവാചകന് ശേഷം ഖലീഫയാവേണ്ടത് എന്ന രീതിയിൽ പറയാറുണ്ട്. പക്ഷേ അലി റളിയല്ലാഹു അൻഹു പോലും അങ്ങനെ ഒരു വാദം ഉന്നയിച്ചിട്ടില്ല എന്നുള്ളതാണ്. അലി റളിയല്ലാഹു അൻഹു പോലും അങ്ങനെ അധികാരത്തിന് വേണ്ടിയുള്ള വ്യാമോഹങ്ങൾ വെച്ചു പുലർത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഷഹീദായതോടുകൂടി മുസ്ലിം ലോകം വലിയ പ്രശ്നങ്ങളുടെ നടുവിലായി. പ്രമുഖ സ്വഹാബിമാരെല്ലാം ആശയക്കുഴപ്പത്തിലായി. അലി റളിയല്ലാഹു അൻഹു ആണെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല. ഫിത്നയാണ്, നാട്ടിൽ വലിയ കുഴപ്പങ്ങൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ അങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്. ജനങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനോട് ഖിലാഫത്ത് ഏറ്റെടുക്കാൻ പറയുന്നു. ഖിലാഫത്ത് ഏറ്റെടുക്കാൻ ആവർത്തിച്ച് നിർബന്ധിച്ചപ്പോൾ മാത്രമായിരുന്നു അദ്ദേഹം മസ്ജിദിൽ വെച്ചുകൊണ്ട് ബൈഅത്ത് സ്വീകരിച്ചത്. സഹോദരങ്ങളെ, ഖലീഫയായപ്പോഴും വിനയത്തോടുകൂടി തന്നെ ജീവിച്ചു. ഖലീഫയാവുന്നതിന്റെ മുമ്പുള്ള വിനയം മാത്രമല്ല, ഖലീഫയായപ്പോഴും വിനയത്തോടുകൂടി തന്നെ അലി റളിയല്ലാഹു അൻഹു ജീവിച്ചു എന്നുള്ളതാണ്. അവിടെയാണ് അലി റളിയല്ലാഹു അൻഹുവിന്റെ മാതൃകകൾ, അലി റളിയല്ലാഹു അൻഹുവിന്റെ പാഠങ്ങൾ ഈ ഉമ്മത്ത് പഠിക്കേണ്ട. സഹോദരങ്ങളെ, ഖലീഫ അലി റളിയല്ലാഹു അൻഹു ഈത്തപ്പഴം വാങ്ങി മുണ്ടിൽ പൊതിഞ്ഞുകൊണ്ട് വീടിനെ ലക്ഷ്യമാക്കി നടക്കുകയാണ്. അതുകൊണ്ട് ഒരാൾ ചോദിച്ചു, അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ ഇങ്ങനെ നടക്കാൻ പാടില്ല. നിങ്ങൾ ഇങ്ങനെ കുറച്ച് ഈത്തപ്പഴം വാങ്ങിക്കൊണ്ട് അത് മുണ്ടിൽ പൊതിഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് നടന്നു പോകുക, ഇതൊക്കെ ആളുകൾ കാണുമ്പോൾ അമീറുൽ മുഅ്മിനീൻ ഇത്രയൊക്കെ ഉള്ളൂ എന്ന് ആളുകൾക്ക് തോന്നും. അതുകൊണ്ട് അത് ഞാൻ വഹിച്ചുകൊള്ളാം. ഖുലഫാഉ റാഷിദുകളുടെ വിനയം. സഹോദരങ്ങളെ, അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങനെയൊന്നും വേണ്ട, ഞാനാണ് കുടുംബനാഥൻ തന്നെയാണ് കുടുംബത്തിലേക്കുള്ള കാര്യം വഹിക്കുവാൻ ഏറ്റവും യോഗ്യനായ ആളെന്ന് പറഞ്ഞുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു സ്വന്തമായിട്ട് തന്നെ അത് വഹിക്കുകയാണ്. സഹോദരങ്ങള്, ഹാറൂൻ ഇബ്നു അൻതറ റളിയല്ലാഹു അൻഹു പറയാണ്, അലി റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ അനുഭവിച്ച പ്രതിസന്ധിയോടൊപ്പമുള്ള വലിയ ദാരിദ്ര്യം അതെത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് ഹാറൂൻ ഇബ്നു അൻതറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ്. ശൈത്യകാലത്ത് കീറിപ്പഴകിയ പുതപ്പ് പുതച്ചത് കാരണം അലി റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം വിറക്കുന്നത് ഞാൻ കാണാറുണ്ടായിരുന്നു. അലിയാരുടെ ശരീരം വിറക്കുകയാണ്. എന്തുകൊണ്ടാ ശരീരം വിറക്കുന്നത്? ശൈത്യകാലത്ത് അദ്ദേഹം ധരിച്ച പുതപ്പുകൾ കീറിപ്പറിഞ്ഞതാണ്. പല ഭാഗത്തും തണുപ്പിനെ പ്രതിരോധിക്കാൻ കഴിയുന്നില്ല. തണുപ്പ് അകത്തേക്ക് കയറിക്കൊണ്ട് അലി റളിയല്ലാഹു അൻഹു വിറക്കുന്നത് ഞാൻ കണ്ണുകൊണ്ട് കാണാറുണ്ടായിരുന്നുവെന്ന് ഹാറൂൻ ഇബ്നു അൻതറ റളിയല്ലാഹു അൻഹു പറയാണ്. ഒരു മുണ്ട് വാങ്ങാൻ 4 ദിർഹമിന് വേണ്ടി അലി റളിയല്ലാഹു അൻഹു തന്റെ വാള് മാർക്കറ്റിൽ വിറ്റു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ആവശ്യത്തിൽ കൂടുതൽ വലിപ്പമുള്ള കുപ്പായം അലി റളിയല്ലാഹു അൻഹു ധരിക്കുമായിരുന്നില്ല എന്നെല്ലാം ഹാറൂൻ ഇബ്നു അൻതറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സമ്പത്തൊന്നുമില്ല, കയ്യിലൊന്നുമില്ല. പക്ഷേ ഇല്ലാത്തതോടൊപ്പം തന്നെ അലി റളിയല്ലാഹു അൻഹു ഔദാര്യത്തിന്റെ, ദാനധർമ്മത്തിന്റെ ഏറ്റവും വലിയ പ്രതീകമായി മാറി. അറേബ്യൻ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഔദാര്യത്തിന്റെ പ്രതീകമായിട്ട് അവതരിപ്പിക്കുന്നത് ഹാത്തിമുത് തായിയാണ്. പക്ഷേ അലി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം വിശദമായി പറഞ്ഞതിന് ശേഷം ചരിത്രകാരന്മാര് പറയുന്നുണ്ട്, ഹാത്തിമുത് തായിയുടെ ഔദാര്യത്തെ പോലും അപ്രസക്തമാക്കുന്ന രീതിയിലായിരുന്നു അലി റളിയല്ലാഹു അൻഹുവിന്റെ ഔദാര്യം എന്ന് പറയുന്നത്, ജനങ്ങളോടുള്ള കാരുണ്യം എന്ന് പറയുന്നത്. കയ്യിലൊന്നുമില്ല, പക്ഷേ ഇല്ലാത്ത അവസ്ഥയിലും എന്തെങ്കിലും അല്പം വാങ്ങി വീട്ടിലേക്ക് പോകുമ്പോ ദരിദ്രരായ ആളുകൾ ആവശ്യപ്പെട്ടാൽ ഉടനെ കയ്യിലുള്ളത് നൽകുന്ന ഔദാര്യം, അതായിരുന്നു അലി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം. സഹോദരങ്ങളെ,
ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഭക്ഷണം ചോദിച്ചുകൊണ്ട് ദരിദ്രനായ ഒരു മനുഷ്യൻ വന്നു. പ്രവാചക ഭവനത്തിൽ അയാൾക്ക് നൽകാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയായിരുന്നല്ലോ പ്രവാചക ഭവനം എന്ന് പറയുന്നത്. അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ സ്വഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാമെന്നേറ്റു. വീട്ടിലെത്തിയപ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇവിടെ വീട്ടുകാർക്കുള്ള ഭക്ഷണം മാത്രമേ ഉള്ളൂ, വേറൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ വീട്ടുകാർക്ക് കഴിക്കാനുണ്ടാവില്ല. അങ്ങനത്തെ വലിയ പ്രയാസമാണ് ഇപ്പോൾ വീട്ടിലുള്ളത്. പക്ഷേ പ്രവാചകന്റെ അതിഥിയെ, ദരിദ്രനായ മനുഷ്യനെ അവർ ആദരിക്കുകയായിരുന്നു. വീട്ടുകാർക്ക് ഒരു നേരമില്ലെങ്കിലും പ്രവാചകൻ പറഞ്ഞ ആ ദരിദ്രനായ മനുഷ്യന് ഉള്ള ഭക്ഷണം നൽകുകയായിരുന്നു. അലി റളിയല്ലാഹു അൻഹും ഫാത്തിമ റളിയല്ലാഹു അൻഹയും. സഹോദരങ്ങളെ, അതാണ് ആ ജീവിതം എന്ന് പറയുന്നത്. മറ്റൊരു ചരിത്രം ഇപ്രകാരമാണ് വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത്. അതായത് അലി റളിയല്ലാഹു അൻഹുവിന്റെ പത്നി ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് കാരക്ക തിന്നാനുള്ള താല്പര്യം അത് അലി റളിയല്ലാഹു അൻഹുവിനോട് പങ്കുവെക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുക്കൽ ഉണ്ടായിരുന്നൊരു വാള് അദ്ദേഹം അത് വിൽപ്പന നടത്തി, അങ്ങാടിയിൽ പോയി അത് വിൽപ്പന നടത്തി കാരക്ക വാങ്ങി തിരിച്ചു വരുമ്പോഴാണ് ദരിദ്രനായൊരു മനുഷ്യൻ പറയുന്നത്, വല്ലതും തരണേ യാചിക്കുകയാണ്. ദരിദ്രനായൊരു മനുഷ്യൻ അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ പത്നിക്ക് വേണ്ടി വാങ്ങി. അദ്ദേഹം വളരെ വലിയ ആഗ്രഹത്തോടുകൂടി വീട്ടിലേക്ക് നടന്നു പോകുമ്പോഴാണ് ആ ദരിദ്രന്റെ യാചന കാണുന്നത്. അതെടുത്തു കൊടുക്കുകയാണ്. അങ്ങനെ വീട്ടിൽ ചെന്നുകൊണ്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് സംഭവിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അല്ലാഹുവിനെ സ്തുതി, നിങ്ങൾ ചെയ്തത് ന്യായമായ കാര്യമാണ്. നമുക്കില്ലെങ്കിലും ദരിദ്രനായ ഒരു മനുഷ്യനല്ലേ, അയാളുടെ പട്ടിണി അടക്കാനല്ലേ നിങ്ങളത് കൊടുത്തത്, അതാണ് ഔദാര്യം എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, ഈ ദാനധർമ്മങ്ങൾ അതല്ലെങ്കിൽ ജനങ്ങളോടുള്ള കാരുണ്യം എന്നൊക്കെ പറയുന്നത് അത് വലിയ സമ്പന്നന്മാർക്ക് മാത്രം ബാധകമായ കാര്യമാണ് എന്ന് തെറ്റിദ്ധരിച്ച കുറെ ആളുകളുണ്ട്. പക്ഷേ വിശ്വാസി അങ്ങനെയാവാൻ പാടില്ലെന്നാണ് അലി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്. അതാണ് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഖുർആനായിരുന്നവരുടെയൊക്കെ പ്രചോദനം എന്ന് പറയുന്നത് വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ പോലും അവരുടെ ആവശ്യങ്ങളെക്കാൾ അവരുടെ സഹോദരങ്ങളുടെ ആവശ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവരാണ് വിശ്വാസികൾ. അങ്ങനെയാണ് വിശദീകരിച്ചിട്ടുള്ളത്. സ്വഹാബത്തിന്റെ ജീവിതത്തെ അങ്ങനെയാണ് ഖുർആൻ വിശദീകരിച്ചിട്ടുള്ളത്. അവരുടെ ആവശ്യങ്ങളെക്കാൾ അവരുടെ സഹോദരങ്ങളുടെ ആവശ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവരാണ് വിശ്വാസികൾ. സഹോദരങ്ങളെ, അങ്ങനെ അലി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം പറയുമ്പോൾ അതിൽ പഠിക്കാനുള്ള ധാരാളം പാഠങ്ങളാണ്. അതിൽ ജീവിതത്തിൽ പകർത്താൻ, നമുക്ക് പകർത്താൻ, നമ്മുടെ കുടുംബത്തിന് പകർത്താൻ, നമ്മുടെ മക്കൾക്ക് പകർത്താൻ, സമൂഹത്തിന് പകർത്താൻ നീതിയാണ് അലി റളിയല്ലാഹു അൻഹു ലോകത്തിന് കാഴ്ചവെച്ച ഏറ്റവും വലിയ മാതൃക എന്ന് പറയുന്നത്. നിയമത്തിന്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണ്. നമുക്കറിയാം ചരിത്രം. ഒരിക്കൽ അലി റളിയല്ലാഹു അൻഹുവിന്റെ പടയങ്കി മോഷണം പോയി. അതൊരു ജൂതന്റെ അടുക്കലാണുള്ളതെന്ന് അലി റളിയല്ലാഹു അൻഹു വളരെ വ്യക്തമായി കൃത്യമായിട്ട് അറിയാം. ഖലീഫ മോഷ്ടാവിനെതിരെ നേരിട്ട് നടപടിയൊന്നും എടുത്തില്ല. അത് ചെയ്യാമായിരുന്നു, പക്ഷെ അങ്ങനെയൊന്നും ചെയ്തില്ല. പകരം ഖലീഫ ന്യായാധിപന്റെ മുമ്പിൽ സാധാരണക്കാരനെ പോലെ പരാതി ബോധിപ്പിക്കുകയാണ് ചെയ്തത്. ജൂതന്റെ കൈവശമുള്ള തന്റെ പടയങ്കിയാണെന്ന് കൃത്യമായ വിവരം അലി റളിയല്ലാഹു അൻഹു ഉണ്ടായിട്ടും ന്യായാധിപന്റെ മുമ്പിലേക്കാണ് പോയത്. വേണമെങ്കിൽ ഭരണാധികാരിക്ക് എന്താണ് നീ എന്റെ പടയങ്കി എടുത്ത് നടക്കുന്നത് എന്ന് ചോദിക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നു, പക്ഷെ ചോദിച്ചില്ല. ന്യായാധിപന്റെ അടുക്കലേക്കാണ് പരാതി പോകേണ്ടത് എന്ന ന്യായമായ കാര്യമാണ് അലി റളിയല്ലാഹു അൻഹു ചെയ്തത്. സഹോദരങ്ങളെ, പടയങ്കി തന്റേതാണെന്നും ജൂതൻ അത് മോഷ്ടിച്ചതാണെന്നും തെളിയിക്കാൻ അലി റളിയല്ലാഹുവിന്റെ അടുക്കൽ ബാഹ്യമായ തെളിവുകളൊന്നും ഉണ്ടായിരുന്നില്ല. ആകെയുള്ള തെളിവ് തന്റെ മകന്റെ സാക്ഷ്യമായിരുന്നു, ഹസന്റെ സാക്ഷ്യമായിരുന്നു. അലി റളിയല്ലാഹു അൻഹു നിയമിച്ച കാളിയാണ് കാളി ഷുറൈഹ് പറഞ്ഞു, ഇല്ല, മകന്റെ സാക്ഷ്യം സ്വീകരിക്കൂല. പിതാവിന്റെ കാര്യത്തിൽ കോടതി മകന്റെ സാക്ഷ്യം സ്വീകരിക്കൂല. അങ്ങനെ ജൂതന് നൽകുകയാണ് പടയങ്കി. ജൂതൻ അർഹതപ്പെടാത്ത, അവകാശപ്പെടാത്ത പടയങ്കി. ന്യായങ്ങൾ, ബാഹ്യമായ തെളിവുകൾ സമർപ്പിക്കാൻ സാധ്യമാവാത്തത് കൊണ്ട് ജൂതന് ലഭിക്കുകയാണ്. ജൂതൻ ഇത് കിട്ടി തിരിച്ചു പോകുമ്പോ ജൂതന് തന്നെ ഒരു മനം മാറ്റം ഉണ്ടാവുകയാണ്. ജൂതൻ ചിന്തിച്ചു, ഇത് പ്രവാചകന്മാരുടെ ദീനല്ലെങ്കിൽ മറ്റെന്താണ്? ഭരണാധികാരി തന്നെ നിയമിച്ച കാളി ഷുറൈഹ് അദ്ദേഹത്തിന്റെ മുമ്പിൽ പ്രത്യക്ഷമായ തെളിവുകൾ ഇല്ലാതെ വരുമ്പോ ഭരണാധികാരിക്കെതിരെ വിധിക്കുക, ഇത് പ്രവാചക മതത്തിലല്ലാതെ കാണുക സാധ്യമല്ല. അങ്ങനെ അദ്ദേഹം
ഷുറൈഹിന്റെ കോടതിയിലേക്ക് തിരിച്ചു പോവുകയും പടയങ്കി ഏൽപ്പിക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു എന്നുള്ളതാണ് ചരിത്രം. സഹോദരങ്ങളെ, പക്ഷേ സ്നേഹത്തോടെ അലി റളിയല്ലാഹു അൻഹു ആ പടയങ്കി ജൂതന് ദാനം ചെയ്തു, സമ്മാനമായി നൽകി എന്നെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സഹോദരങ്ങളെ, ഇതിനൊക്കെ വലിയ പ്രാധാന്യം പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിലുണ്ട്, ഈ സമകാലിക പശ്ചാത്തലത്തിലുണ്ട്. നമ്മുടെ രാജ്യത്ത് ബുൾഡൗസർ രാജ്യത്ത് അടഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞതെന്താണ്? ഭരണകൂടം കോടതിയായി മാറാൻ പാടില്ല, ഭരണകൂടം കോടതിയാവരുതെന്ന് ഈ കാലഘട്ടത്തിൽ നമ്മുടെ സുപ്രീം കോടതിയിൽ നിന്ന് നമ്മൾ കേട്ടെങ്കിൽ സഹോദരങ്ങളെ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അലി റളിയല്ലാഹുവിനെ പഠിപ്പിച്ച വലിയ പാഠമാണ്. ഭരണകൂടം കോടതിയാവാൻ പാടില്ല, കോടതികൾ നിഷ്പക്ഷമാവണം. അത് ചരിത്രത്തിനെന്നും മാതൃകയാണ്, അത് ലോകത്തിനെന്നും മാതൃകയാണ്. ഇങ്ങനെ ധാരാളം കാര്യങ്ങളിൽ ലോകത്തിന്, സമൂഹത്തിന്, വ്യക്തികൾക്ക്, വിശ്വാസികൾക്ക്, സമുദായത്തിന് മാതൃകയായതും പകർത്തേണ്ടതുമായ നിരവധി കാര്യങ്ങൾ അലി റളിയല്ലാഹുവിന്റെ ജീവിതത്തിൽ ഉണ്ടായി. പക്ഷേ അലി റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിന്റെ കാലം, പ്രത്യേകിച്ചും അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോ അത് വലിയ പ്രതിസന്ധിയുടെയും പരീക്ഷണങ്ങളുടെയും തീച്ചൂളയിലൂടെയാണ് കടന്നുപോയത്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ കൊലപാതകികളെ പിടികൂടണമെന്ന ശക്തമായ വാദഗതിയുമായി മഹാന്മാരായ സ്വഹാബിമാർ, മുൻനിരയിലുള്ള സ്വഹാബിമാർ തന്നെ രംഗപ്രവേശനം ചെയ്ത സാഹചര്യമായിരുന്നു അലി റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിന്റെ അവസാന ഘട്ടം എന്ന് പറയുന്നത്. അലി റളിയല്ലാഹുവിനും വലിയ ആഗ്രഹമുണ്ടായിരുന്നു ഉസ്മാന്റെ ഘാതകരെ പിടികൂടണം എന്നതിന്. പക്ഷേ ആരാണ് വധിച്ചതെന്നതിന് കൃത്യമായ തെളിവുകൾ ഉണ്ടായിരുന്നില്ല. അതാണ് പ്രശ്നം. അങ്ങനെ പല വിഷയങ്ങളും നമ്മൾ കാണാറുണ്ടല്ലോ. ആരാണ് വധിച്ചതെന്നതിന് കൃത്യമായ തെളിവുകൾ കണ്ടെത്തുവാൻ സാധിച്ചില്ല. അതുകൊണ്ട് അലി റളിയല്ലാഹുവിന് നിസ്സഹായനായി, സ്ഥിതിഗതികൾ കൂടുതൽ വഷളായി. അങ്ങനെയാണ് ചരിത്രത്തിൽ മുസ്ലിങ്ങൾ പരസ്പരം പോരാടിയ ജമൽ സുഫീൻ യുദ്ധങ്ങളെല്ലാം ഉണ്ടായത്. ആ ചരിത്രം പറയാനോ അത് ഓർക്കാനോ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. അത് പറയുന്നതിൽ ഉമ്മത്തിന് നന്മയുമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ കുഴപ്പങ്ങൾ അങ്ങനെ രൂക്ഷത പ്രാപിച്ചുകൊണ്ട് ഖവാരിജ് വിഭാഗത്തിൽപ്പെട്ട ഒരാൾ അവർ ഗൂഢാലോചന നടത്തി അലി റളിയല്ലാഹുവിനെ കൊല്ലാൻ. ഖവാരിജുകൾ എന്ന് പറയുന്ന ആ ഇസ്ലാമിക സമൂഹത്തിൽ ഉടലെടുത്ത ആദ്യത്തെ ശിഥില സംഘം, ആദ്യത്തെ നവീന സംഘം, അവർ പ്രഖ്യാപിച്ചു അലി റളിയല്ലാഹുവിനെ കൊന്നുകളയാം എന്ന്. ഗൂഢാലോചന നടത്തിയവരുടെ ഗൂഢാലോചന വിജയിച്ചതിന്റെ ഫലമായിരുന്നു അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം എന്ന് പറയുന്ന മനുഷ്യൻ അലി റളിയല്ലാഹു അൻഹു അദ്ദേഹം കൂഫയിലെ മസ്ജിദിലേക്ക് സുബഹ് നമസ്കാരത്തിന് വേണ്ടി പുറപ്പെട്ടപ്പോ അലി റളിയല്ലാഹുവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. ആ പരിക്കിൽ ഹിജ്റ 40-ാം വർഷം റമളാൻ 17-ന് അലി റളിയല്ലാഹുവിന് രക്തസാക്ഷിയായി. ഇതാണ് ചരിത്രം. ഈ സമുദായത്തില് ഏറ്റവും മോശപ്പെട്ട മനുഷ്യനായിരിക്കും അലി റളിയല്ലാഹുവിനെ വധിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സന്ദർഭത്തിൽ അലി റളിയല്ലാഹുവിനോട് ചോദിച്ചു, അലി, ചരിത്രത്തിലെ ഏറ്റവും മോശപ്പെട്ടയാൾ ആരാണ്? അലി റളിയല്ലാഹുവിന് പറഞ്ഞു, സ്വാലിഹ് നബിയുടെ ഒട്ടകത്തെ അറുത്ത മനുഷ്യനുണ്ടല്ലോ, അദ്ദേഹമാണ്. ഖുദാർ എന്നാണ് ആ മനുഷ്യന്റെ പേര്. സ്വാലിഹ് നബിയുടെ ഒട്ടകത്തെ അറുത്ത മനുഷ്യൻ, അയാളാണ് ചരിത്രത്തിൽ മുൻകാല സമൂഹങ്ങളിൽ ഏറ്റവും നീചനായ മനുഷ്യൻ എന്ന് പറഞ്ഞപ്പോ അടുത്ത ചോദ്യം, അലി, ഈ സമുദായത്തിൽ ഏറ്റവും മോശപ്പെട്ട ആൾ ആരാണെന്ന് നിനക്ക് പറയാൻ സാധിക്കുമോ? അഷ്ഖന്നാസ്, ഈ സമുദായത്തിലെ ജനങ്ങളിൽ ഏറ്റവും പരാജയപ്പെട്ടയാൾ ആരാണെന്ന് പറയാൻ കഴിയുമോ? അലി റളിയല്ലാഹു പറഞ്ഞു, എനിക്ക് പറയാൻ കഴിയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹുവിന്റെ നെറ്റിയിലും അലി റളിയല്ലാഹുവിന്റെ താടിയിലും ഇങ്ങനെ തടവിക്കൊണ്ട് പറഞ്ഞു, അലി, ഒരു മനുഷ്യൻ നിന്റെ ഈ നെറ്റിയിൽ വെട്ടുന്നതാണ്. അങ്ങനെ രക്തം തളം കെട്ടിക്കൊണ്ട് താടിരോമങ്ങളിലൂടെ ഭൂമിയിൽ വീഴും. ആ മനുഷ്യനായിരിക്കും നിന്റെ ഈ നെറ്റിയിൽ വെട്ടുന്ന മനുഷ്യനായിരിക്കും ഈ സമുദായത്തിലെ ഏറ്റവും നീചനായ മനുഷ്യനെന്ന് അലി റളിയല്ലാഹുവിനോട് ഒരു ഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു. ആ മനുഷ്യനാണ് അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം എന്ന് പറയുന്ന ആ നീചനായ മനുഷ്യരിൽ ഏറ്റവും പരാജിതനായ മനുഷ്യൻ എന്ന് പറയുന്ന. സഹോദരങ്ങളെ, അലി റളിയല്ലാഹുവിന്റെ ചരിത്രം അത് കൂടുതൽ പഠിക്കുക. ഒരുപാട് ഫിത്നകൾ, ഒരുപാട് വലിയ വലിയ പ്രതിസന്ധികളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് പാഠം എന്ന് പറയുന്നത് അലി റളിയല്ലാഹുവിന്റെ വ്യക്തിത്വത്തിലാണ്, അവിടുത്തെ ജീവിതത്തിലാണ്, അവിടുത്തെ ഖിലാഫത്തിലെ ഉന്നതമായ മാതൃകകളിലാണ്. അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള ആഴത്തിൽ
ലോകത്തിലുള്ള സ്നേഹവും അള്ളാഹുവിനുള്ള ജീവിതത്തെ ആ സമർപ്പിക്കുന്ന ആ മനസ്സും, അതുപോലെ തന്നെ അലി റളിയല്ലാഹുവിന്റെ വിനയം, അവിടുത്തെ ലാളിത്യം, ദാരിദ്ര്യഘട്ടത്തിലും ദാനം ചെയ്യാനുള്ള ഉദാരമായ മനസ്സ്, അവിടെ നിന്ന് മുന്നോട്ട് വെച്ച ലോകത്തിന് തന്നെ മാതൃകയാക്കാൻ പറ്റുന്ന നീതിബോധം, ഇതെല്ലാമാണ് അലി റളിയല്ലാഹുവിൽ നിന്ന് നമുക്ക് പകർത്താനും ലോകത്തെ പ്രബോധനം ചെയ്യാനുമുള്ള കാര്യങ്ങൾ. ആ മാതൃകകളെ ജീവിതത്തിൽ പകർത്താനും അതോടൊപ്പം തന്നെ ആ കാലഘട്ടത്തിൽ നടന്ന ഫിത്നകളെ ഒരു മുന്നറിയിപ്പായി കണ്ടുകൊണ്ട് ഐക്യത്തോടെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധ്യമാവണം. റബ്ബ് തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമാ.